മലയാള സിനിമയിൽ ശരിക്കും ഈ ലൊക്കേഷനുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ ഒരു ഉത്സവമാക്കുന്ന രീതിയിലുള്ള രീതികളാണ് ശ്രീനിവാസൻ എപ്പോഴും പിന്തുടർന്നിരുന്നത്. അദ്ദേഹം തിരക്കഥ എഴുതുന്ന മുറികളിലൊക്കെ തന്നെ നമ്മൾ വിചാരിക്കും ഏകാന്തമായ ചുറ്റുപാടിൽ നിന്നാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളൊക്കെ തന്നെ ഈ ലൊക്കേഷനിലെ ജനറേറ്ററുകൾ ഓണായാൽ മാത്രമേ അദ്ദേഹത്തിന് എഴുത്തു വരുമെന്ന് ചിലർ തമാശയായി പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറിക്കുള്ളിൽ അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ കടന്നുകൂടും. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ എഴുതുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ മഴയത്ത് മുമ്പ് എന്നൊരു സിനിമയുടെ തിരക്കഥ ആലുവ പാരീസിൽ കമലിനൊപ്പം ഇരുന്ന് എഴുതുന്ന വേളയിൽ ഞാനിത് കണ്ടതാണ്. അപ്പോൾ കമലിനൊക്കെ തന്നെ ഒരുപക്ഷെ അത്ഭുതമായിരിക്കും. ആരിരുന്നാലും തനിക്ക് തിരക്കഥ വരും എന്ന രീതിയിൽ ഒരു കള്ളച്ചിരിയോടെ ഇരിക്കുന്ന ശ്രീനിവാസനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ ജീവിതമാണ് അദ്ദേഹം സിനിമയിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ അതിലദ്ദേഹം അസാധാരണമായ ഒരു മിഴിവും അതുപോലെ ഒരു വൈഭവവും കാണിച്ചിരുന്നു. നമ്മൾ പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്ന ചില സൂക്ഷ്മാംശങ്ങൾ വരെ അത് ആ കഥാപാത്രങ്ങൾ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ശ്രീനിവാസൻ്റെ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പത്രം എടുത്താൽ അതിൻ്റെ മൂലയ്ക്കുള്ള ഒരു വാർത്തയിൽ ചിലപ്പോൾ അദ്ദേഹം കുടുങ്ങിപ്പോകുമെന്ന് അദ്ദേഹം പറയാറുണ്ട്. ആ കുടുക്കം പിന്നീട് ഒരു വലിയ സിനിമയായി രൂപം പ്രാപിക്കാനും സാധ്യതയുണ്ട്. ആളുകൾ അവഗണിക്കുന്ന വാർത്തകൾ ചിലപ്പോൾ ശ്രീനിവാസൻ്റെ നെഞ്ചിൽ നെരിപ്പോടുമായി വരും എന്നുള്ളതും ശ്രീനിവാസൻ്റെ ജീവിതത്തിലെ മായാത്ത ഏടുകളാണ്. അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ കക്ഷികളോടൊക്കെ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം എഴുതാൻ പേന കയ്യിലെടുത്താൽ പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിന് ഒരുപോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിമർശന ശരങ്ങളേൽക്കാത്ത ആളുകളില്ല. സ്റ്റേജിലൊക്കെ തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉൾപ്പെടെ നല്ലൊരു ഭയമായിരുന്നു എന്നത് നേരാണ്. കാര്യം നിൽക്കുന്നത് ശ്രീനിവാസനാണ്. ആ നാവിൽ നിന്ന് എന്ത് വേണമെങ്കിലും പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.